മര്യാദയില്ലായ്മയുടെ മാക്സിമമാണ് ഈ ചെയ്തത്. കഴിഞ്ഞ 48 മണിക്കൂർ ചെയ്തത്. നിങ്ങളൊന്നെടുത്ത് നിങ്ങളിട്ടിരിക്കുന്ന വാർത്തകളൊന്ന് നിങ്ങളൊന്ന് കാണും. നിങ്ങൾക്കെങ്കിലും നാണം വരട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കണ്ട് സുധാകരൻ വല്ലതും പറഞ്ഞു? സുധാകരൻ എന്താ പറഞ്ഞത്? പാർട്ടിയാണ് വലുത്, ഞാൻ ചെറുതാണെന്നാണ്. എന്നേക്കാൾ വളരെ വലിപ്പമുണ്ട് പാർട്ടിക്കെന്നാണ്. ആ ഒറ്റ വാചകമല്ലേ അദ്ദേഹം പറഞ്ഞത്? ആ ഒറ്റ വാചകമല്ലേ? നിങ്ങൾ ആ പാവത്തിന് എന്തിനാണ് അധിക്ഷേപിച്ചത്? നിങ്ങൾ എത്രമാത്രം മോശം. അദ്ദേഹം നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കില്ലേ? ഞാനും രമേശൻ തലയുമായിട്ട് ഒരു 100 വട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിയിലെ കാര്യത്തിൽ KC വേണുഗോപാലും VD സതീശനും തമ്മിൽ ഭയങ്കര വഴക്ക്. സതീശൻ ഇറങ്ങിപ്പോയി. അപ്പൊ എന്നോട് KC ആണ് പറഞ്ഞിടാ, നമ്മൾ തമ്മിൽ വഴക്കിട്ടെന്നും ഒരു വാർത്തയുണ്ട്. ഞാൻ ഒരു കാണട്ടെ, TV വെക്കുമ്പോ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് അടിച്ച് പിരിഞ്ഞു എന്നും പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുവാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുകയാണ്. നിങ്ങളെ ഓർത്തിട്ട്, ഈ വാർത്ത ഇട്ടവരെ ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ചിരിച്ചു. കൊച്ചിയിലെ ഒരു സീറ്റ് തീരുമാനിക്കാൻ വേണ്ടി. കൊച്ചിയിലെ സീറ്റിന്റെ ഞങ്ങൾ ഒരുമിച്ചാണ് അത് തീരുമാനിക്കുന്നത്. ഞങ്ങൾ വഴക്കിട്ട് പോയെന്ന്. എനിക്ക് ഞാൻ പിണങ്ങിപ്പോന്നു. അനുകൂലമായ സന്ദർഭം എന്നാണ് UDF പൊതുവെ വിലയിരുത്തിയിരുന്നത്. കോൺഗ്രസ് ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു വൈകലും ഉണ്ടായില്ല. നിങ്ങൾ ഇനി വൈകി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. എവിടെ വൈകിയത്? കോൺഗ്രസ് ചരിത്രത്തിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. ഒരു തർക്കവും. അതെന്തിനാണ്? അത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കണ്ടേ? CC അല്ലേ തീരുമാനിക്കണത്? അവിടെ അവര് മത്സരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ വലിയ വാർത്തയാക്കിയിട്ട് നിങ്ങൾ തന്നെ വിചാരിക്കണം ഇത് ഭയങ്കര വൈകിയെന്ന്. ഒരു പ്രതികരണം ഉണ്ടായില്ല. ആരുടെയും പ്രതികരണം ഉണ്ടായില്ല. നിങ്ങൾ ഉണ്ടാക്കിയതാണ്. സുധാകരേട്ടൻ പ്രതികരിച്ചോ? വല്ലതും പറഞ്ഞോ? അടൂർ പ്രകാശ് വല്ലതും പറഞ്ഞോ? അടൂർ പ്രകാശ് എന്താ ഇന്നലെ പോസ്റ്റ് ഇട്ടത്? അതേ പോസ്റ്റ് ഇട്ടത് എന്താ? പാർട്ടിയാണെന്ന്. പാർട്ടി അതന്നെ, അത് പാർട്ടിയാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പിൻവലിച്ചാണ് വാർത്ത. പാർട്ടിയാണ്. ഒരാളും കോൺഗ്രസിൽ ഉണ്ടാക്കിയില്ല. പിന്നെ സ്വാഭാവികമായിട്ടും സീറ്റ് അർഹതയുള്ള ഒന്നിലധികം ആളുകളുണ്ടാവും പല സ്ഥലത്തും. അപ്പൊ അത് ഞങ്ങൾ അവരോടൊക്കെ സംസാരിക്കും. അവർക്ക് വിഷമമൊക്കെ ഉണ്ടാവും. ചിലർ വൈകാരികമായിട്ടൊക്കെ. അതൊക്കെ എത്ര കുറവാണ്. നിങ്ങൾ ചരിത്രം നോക്ക്, ചരിത്രത്തിൽ നോക്ക്. നിങ്ങൾ 2001 ഞാൻ ആദ്യം MLA ആവുമ്പോ ഡൽഹിയിൽ നിന്ന് തീരുമാനിച്ച 3 സ്ഥാനാർത്ഥികളെ മാറ്റുക ഇല്ലേ? ഇത് വേറെ 3 പുതിയ സ്ഥാനാർത്ഥികൾ വരികയാണ്. തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ അത് CPM-ലാണ് സംഭവിച്ചത്. ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ട് അയാൾ ഇറങ്ങൂല എന്ന് പറഞ്ഞു ഇല്ലേ? ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾക്ക് വാർത്തയല്ല. എന്നിട്ട് അയാൾക്ക് വേറെ സീറ്റ് കൊടുത്തു. ഞങ്ങളിൽ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്ത് രസകരമായിട്ടും എന്ത് ഭംഗിയായിട്ടും ഞങ്ങൾ ചിരിക്കരുന്നു നിങ്ങളെ ഓർത്തിട്ട്. നിങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നത് എവിടെ? അതൊക്കെ വരട്ടെ, അതൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാ കാര്യത്തും പറയുമല്ലോ ഞാൻ അങ്ങനെ മത്സരിക്കും ഇങ്ങനെ. അതൊക്കെ വൈകാരികമായ പ്രതികരണോ. ഞങ്ങളൊരു ഫോണിൽ വിളിച്ചോ നേരിട്ട് സംസാരിച്ചാൽ തീരാത്ത ഒരു വിഷയമില്ല. ഒരു സ്ഥലത്തും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ ഇത്രമാത്രം യുണൈറ്റഡായി ഇത്രമാത്രം ടീമായി നിന്ന ഒരു കാലവും ഉണ്ടായിട്ടില്ല എന്നാണ്. ഞാൻ അഭിമാനത്തോടു കൂടിയാണ് പറയണത്. 48 മണിക്കൂർ കൊണ്ടാണ് ഇതെല്ലാം ചർച്ച പൂർത്തിയാക്കി മുഴുവൻ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ട് ഞങ്ങൾ വരുന്നത്. അതെല്ലാം ഓരോ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. വേറെ അദ്ദേഹത്തിനെതിരായ ആക്ഷേപമൊന്നുമല്ല. കൂടുതൽ ജയസാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങളിത് ആലോചിച്ചത്. ജയസാധ്യത കൂടി പരിഗണിച്ചിട്ടാണ്. അദ്ദേഹം നിന്നാൽ തോറ്റുപോകുന്നല്ല അതിന്റെ അർത്ഥം. ഇതുകൂടി ഒരു മാറ്റം, വേറെ പല സാമൂഹ്യ ഘടകങ്ങൾ കൂടി ചെറിയൊരു ചേഞ്ച് അവിടെ ഉണ്ടാകണം എന്നാഗ്രഹിച്ചത്രേ ഉള്ളൂ. സ്ഥാനാർത്ഥി പട്ടികയുടെ തുടക്കത്തിൽ ഉണ്ടായ ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം ഒരു അനിശ്ചിതത്വം ഉണ്ടായിട്ടില്ല. ആ വാക്കൊന്നും ഇനി ഉപയോഗിക്കരുത്. 48 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ഒരു പാർട്ടിയോട് എന്ത് അനിശ്ചിതത്വം ഉണ്ടായെന്ന് പറയുന്നത്? അല്ല, അത് നിങ്ങൾക്കൂടെ പറഞ്ഞല്ലോ. ആദ്യത്തെ 24 മണിക്കൂർ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ 24 മണിക്കൂറിൽ ഞങ്ങളുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സുഖമില്ലാതായി. അദ്ദേഹത്തിന് ഡൽഹിയിലെത്താൻ പറ്റിയില്ല. നിങ്ങൾ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുക. ഞാനിപ്പോ അവിടെ കന്റോൺമെന്റിൽ ചെല്ലാന്ന് പറഞ്ഞാണ് ചെന്നൈ. എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ സുഖമില്ലാതായാല. അതൊക്കെ നിങ്ങളുടെ ഒരു സാമാന്യ മര്യാദയുടെ പ്രശ്നമാണ് മാധ്യമപ്രവർത്തകർ കാണിക്കുന്നത്. അടുത്ത 24 മണിക്കൂറിൽ അദ്ദേഹം വന്ന് ഡൽഹിയിൽ വന്ന് അടുത്ത 24 മണിക്കൂറിനകം 50 വരെ 55 പ്രഖ്യാപിച്ചു. അപ്പൊ ആദ്യത്തെ 24 മണിക്കൂർ ഒരാൾ സുഖമില്ലാതായി എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ വേണ്ടേ അദ്ദേഹത്തിന്റെ? മാത്രമല്ല ഞായറാഴ്ചയാണ് പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നത്. തിങ്കളാഴ്ച പ്രഖ്യാപിക്കും എന്ന് കണക്കാക്കിയിട്ട് അദ്ദേഹം തിങ്കളാഴ്ച വരാൻ വേണ്ടിയിട്ട് എല്ലാം കണക്കാക്കി വെച്ചിരുന്നതാണ്. അപ്പോഴാണ് അതൊക്കെ ഡൽഹിയിലെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്ക് അറിയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് VD സതീശന്റെ 24 മണിക്കൂർ കൂടെ പോയി. അതൊക്കെ മര്യാദയുടെ
എല്ലാ സീമകളും ലംഘിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ലോഞ്ച് ചെയ്തിട്ട് ഇനി അതിന് പ്രചരണത്തിലേക്കും മേൽക്കൈയിലേക്കും ഒക്കെ വരാൻ ഇനി അത് കുറച്ച് സമയമേ ഉള്ളൂ. ഏത് സമയം? ഇനി സമയം എല്ലാവർക്കും അത്ര സമയമുള്ളൂ. എല്ലാവർക്കും CPM-ന്റെ തിരുവനന്തപുരം സെന്ററിലെ CPM LDF-ന്റെ സ്ഥാനാർത്ഥി ആരാ? അല്ല ആരാ സ്ഥാനാർത്ഥി? അല്ല ആരാ? ഞാൻ ചോദിച്ചാണ് അല്ലെ. അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് വാർത്ത ഇടുന്നത് നല്ലതായിരിക്കും. ഞങ്ങളുടെ 140 സീറ്റിലെ ഞാൻ ചോദിച്ചാൽ പറയാം. ഞാൻ ഇപ്പൊ പറയാം ബൈഹാർട്ട് എനിക്ക് 140 സീറ്റില്. പക്ഷെ തിരുവനന്തപുരത്തെ സെന്ററിൽ CPM-ന്റെ എതിരാളി ആരാന്ന് ഞാൻ അന്വേഷിച്ചിട്ട് ഇതുവരെ പിടികിട്ടിട്ടില്ല. അതൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കിയേക്ക്. പിന്നെ BJP-യുടെ അല്ല ഞാൻ ചോദിച്ചാണ് BJP-യുടെ NDA-യുടെ എല്ലാ ആയാ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നു. അല്ല കൊടുക്കണില്ല, അത്രയും പോരാ. ഇങ്ങോട്ടാണ് ഫോക്കസ് കൂടുതൽ.